ഈ വീട്ടിൽ നിന്നാണ് ഇക്കുറി കന്യാവിനെ കണ്ടെത്തിയത്. താലപ്പൊലിയോടൊപ്പം ഊരു ചുറ്റുന്ന അമ്മയുടെ പ്രതീകം. നറുക്കെടുപ്പിലൂടെയാണ് കന്യാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ ഊരുചുറ്റലിൽ കലമാൻ കൊമ്പാണ് ജീവിതയായി എഴുന്നള്ളിക്കുക. തെക്കൻ ഭാഗത്തെ നാട്ടുവഴികളിലൂടെ ദേവി കലമാനായി ഓടി നടന്നതിൻ്റെ നിറപ്പുകിട്ടാർന്ന ഓർമ്മപ്പെടുത്തലാകുന്നു കലമാൻ കൊമ്പ് എഴുന്നള്ളിപ്പും കന്യാവിൻ്റെ ഊരുചുറ്റലും താലപ്പൊലിയും. ഈ ഗ്രാമപ്രദക്ഷിണം ഒരു ഉച്ചനേരത്താരംഭിച്ച് സന്ധ്യയും രാത്രിയും മറ്റൊരു പുലരിയും താണ്ടി രണ്ടാം നാൾ ഉച്ചയോടെ മാത്രമേ സമാപിക്കുകയുള്ളൂ. ഈ നേരമത്രയും കന്യാവായ ബാലിക ക്ഷീണമെന്തെന്നറിയാതെ പിഞ്ചു കാലടികൾ വെച്ച് മുന്നേറുന്നത് സാക്ഷാൽ അമ്മ ഭഗവതിയുടെ ശക്തി ചൈതന്യത്തിൻ്റെ ഉത്തമ പ്രതീകമാണ്. ഊരുവലം വയ്ക്കുന്ന പവിത്രമായ അനുഷ്ഠാനം ഒന്നുകൊണ്ട് മാത്രം തന്നെ തെക്കും ഭാഗത്തെ പനക്കത്തോട് ദേവീക്ഷേത്രം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഇവിടെ ഈ അനുഷ്ഠാനം ഒരു ക്ഷേത്രാചാരമല്ല. ഗ്രാമം ഒന്നടങ്കം വിളിച്ചും പ്രാർത്ഥിച്ചും വിളക്ക് കത്തിച്ചും വരവേറ്റ് അൻപൊലിപ്പറകളും വെച്ചെതിരേറ്റ് ഈ ആചാരയാത്രയെ നാടിൻ്റെ മാമാങ്കമാക്കി മാറ്റുന്നു. വേൽച്ചൂടിൽ തളരാതെ
പാതിരാവിലും ഉറങ്ങാതെ കന്യാവായി കലമാൻ കൊമ്പായി നാടിൻ്റെ അമ്മദൈവം മക്കളെ കാണാനെത്തുമ്പോൾ ഒത്തുകൂടാനും കാത്തുനിന്ന് കണ്ട് കണ്ണിറയ്ക്കാനുമല്ലാതെ തെക്കൻ ഭാഗത്തുകാർക്ക് മറ്റെന്താണ് ചെയ്യാനാവുക? നടുവത്തുചേരിയിലുള്ള പൊന്നോടിൽ, അഴകത്ത് കുളങ്ങരവെളി ദേവീപീഠം, വടക്കും ഭാഗം പള്ളത്താഴത്ത് ചാവടി എന്നീ സ്ഥലങ്ങളിൽ ഈ എഴുന്നള്ളത്തിന് വിശ്രമസ്ഥാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. താലപ്പൊലി യാത്രയിലെ വ്യത്യസ്തമായ ഒരു ആചാരമാണ് വഴി തെളിഞ്ഞ് കാണാനായുള്ള ദീപം കത്തിക്കൽ. ചൂട്ടുകറ്റകളും മറ്റും കൊണ്ട് തീ കത്തിച്ചാണ് ഇത് ചെയ്യുക. കൊടിമര പ്രതിഷ്ഠയ്ക്ക് പൈസ കൊടുക്കാമെന്ന് അഴകത്ത് കെട്ടിനകത്ത് വെച്ച് അന്നത്തെ ശാന്തിക്കാരനായ തിരുമേനിയോട് പറഞ്ഞു. അത് പിന്നീട് എല്ലാവരും അങ്ങ് മറന്നു, ഞാനും മറന്നു. അച്ഛനും ഒരു സ്നേഹിതനും കൂടെ ഞങ്ങൾ ചവറയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴവിടെ വന്നു. മക്കൾക്ക് 3 പേർക്കും ഒരുപോലെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഭസ്മം ഇടണമെന്ന് പറഞ്ഞ് അയാൾക്ക് ഭസ്മം ഇടാൻ അറിയാം. അതുകൊണ്ട് അയാളെ ക്ഷണിച്ച് വന്നിരുന്ന് ഭസ്മം കയ്യിലെടുത്തതും പെട്ടെന്ന് അയാളുടെ ഭാവം അങ്ങ് മാറി. നീ എന്താ എന്നെ അങ്ങ് മറന്നത്? എനിക്ക് തരാനുള്ളത് എന്തുകൊണ്ടാണ് തരാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, ഞാനിങ്ങനെ പറഞ്ഞല്ലോ എന്ന്. ഞാൻ നാളെ തന്നെ അങ്ങ് എത്തിക്കാവേ എന്ന് പറയുകയും ഭസ്മം ഇടാനിരുന്ന ആൾ പെട്ടെന്ന് അങ്ങ് മറിയുകയും ചെയ്തു. കുട്ടികളുടെ അസുഖം മാറി അവരെഴുന്നേറ്റു. അപ്രതീക്ഷിതമായ ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഡോറ് ഇടിച്ച് പതുക്കി കൊണ്ടാണ് ആ കാറ് മറിഞ്ഞു പോയത്. പക്ഷേ അമ്മച്ചി അവിടെ നിന്നു കൈകൊണ്ട് താങ്ങി. എൻ്റെ ഇപ്പുറം ഇരുന്നവൻ മരിച്ചു, ഫ്രണ്ടിലിരുന്നവൻ മരിച്ചു, അതിനു മുമ്പിലിരുന്നവൻ്റെ നെറ്റിയിൽ കൂടെ ഒരു കമ്പി ഒത്തു കയറി മാരകമായ പരുക്ക് 6 ആർട്ടിസ്റ്റുകൾക്കും ഡ്രൈവർക്കും. പൊന്നമ്മയ്ക്ക് വഴികാട്ടുന്ന എനിക്ക് കണ്ണി കൊള്ളാനുള്ളത് പുരികത്തു കൊണ്ടു എന്ന് പറയുന്നത് സത്യസന്ധമാണ്. കഴിഞ്ഞ വർഷത്തെ കന്യാഭാഗാനുള്ള ഭാഗ്യം എനിക്ക് ഞറുക്കെടുപ്പിലൂടെ കിട്ടി. ഞാൻ 7 ദിവസത്തെ വ്രതം എടുത്തു. പാവുമ്പ ദേവീപീഠം മറ്റൊരു വിശ്രമസന്നിധി. കന്യാവ്
പാവുമ്പ ദേവീപീഠത്തിൽ വിശ്രമിക്കുമ്പോൾ വിവിധ കരകളുടെ സൗഹൃദത്തിൻ്റെ പ്രതീകമെന്ന പോലെ പാവുമ്പ പാലത്തിനക്കരെ നിന്ന് മറ്റൊരു കന്യാവ് അവിടേക്കെത്തും. പരസ്പരം സൗഹൃദം പങ്കിട്ട് ആ ഇരു കന്യാക്കളും നിൽക്കുന്ന അനുഷ്ഠാനം സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ഒരുപാട് അർത്ഥതലങ്ങൾ പേറുന്ന ഒന്നാണ്. പനിക്കറ്റോടി അമ്മ ഞങ്ങൾക്കെന്നല്ല ലോകത്തിന് താങ്ങാണ്, തണലാണ്. മസൂരി പോലും അതിഭീകരമായ മെഡിസിനെ പോലുള്ള ഒരു മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ശാന്തത കൊടുത്ത് സർവേശ്വരി സഹായിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. അമ്മയെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്താവശ്യങ്ങളും ആരുടെയും സാധിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. വിവാഹം നടക്കാത്ത കുട്ടികൾ ഇവിടെ വന്ന് ദേവിയെ പ്രാർത്ഥിച്ച് അവർ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ആ കുട്ടിക്ക് വിവാഹം നടക്കും. 10ാം നാൾ കൊടിയിറങ്ങുകയായി. കൊടിയേറ്റത്തിനും കൊടിയിറക്കത്തിനുമുള്ള അവകാശം കുന്നത്തൂർ ചെറുപൊയ്ക മഠം തന്ത്രി കുടുംബത്തിനാണ്. ബ്രഹ്മശ്രീ എൻ നീലകണ്ഠര് ഭട്ടതിരി കൊടിയിറക്കം നടത്തുന്നതോടെ ഒരു ഉത്സവകാലത്തിന് ഏതാണ്ട് വിരാമമായി. പിന്നെ തീർത്ഥക്കുളത്തിൽ ആറാട്ട്. അതോടെ ഉത്സവ ദിനങ്ങൾക്ക് തിരശീല വീണു. ക്ഷേത്ര നടയടഞ്ഞു. തെക്കും ഭാഗത്തെ രാവുറങ്ങാ ദിനങ്ങളുടെ തിരുവവശേഷിപ്പുകളുമായി ക്ഷേത്രാങ്കണം വീണ്ടും ഒരു പുലരിയെ വരവേൽക്കുമ്പോൾ ഭക്തരിൽ നിറനിർവൃതിയോടൊപ്പം നൊമ്പരവുമുണ്ടാകും. താലപ്പൊലി കഴിഞ്ഞ് 10ാം നാൾ കൊടിയിറങ്ങും. ഉത്സവം കഴിയുമ്പോൾ മനസ്സിനൊരു വേദനയാണ്. മക്കളും മരുമക്കളും ഒക്കെ പടിയിറങ്ങി പോവല്ലേ. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ്, എന്നും ഉത്സവമായിരിക്കണേ അമ്മയെന്ന്. അമ്മേ ദേവി ഭഗവതി, എൻ്റെ പനിക്കത്തോടിലമ്മേ. शिवे सर्वार्थ साधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ